നമസ്കാരം. കേരളത്തിൽ ഇന്ന് തരംഗമായി മാറുന്ന UPVC ഡോസ് ആൻഡ് വിൻഡോസ്. അതിൽ തന്നെ അധികായരായിട്ടുള്ള കുറച്ച് ആളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് മരവും മരത്തിന്റെ ഡോറുകളും അല്ലെങ്കിൽ പ്ലൈവുഡും കാര്യങ്ങളും ഒക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നൊക്കെ നേരിട്ട് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ, അല്ലെ? അപ്പോ അതിൽ തന്നെ ഏറ്റവും നല്ലൊരു റീപ്ലേസ്മെന്റ് ആണ് UPVC ഡോസ് ആൻഡ് വിൻഡോസ്. അപ്പം അതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് നോളജ് നിങ്ങൾക്ക് പകർന്നു തരാനാണ് നമ്മൾ ഇന്നിവിടെ ആയിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഇതിലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികായനായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരുപാട് അറിവും ബിസിനസ്സും ഒക്കെ ചെയ്ത് നല്ല അറിവുള്ള ഒരാളായിട്ട് നമുക്കൊരു ഡിസ്കഷനിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സനൽകുമാർ എന്നാണ്. ഞാൻ പനമരത്താണ് ഉള്ളത്. പിന്നെ നമ്മുടെ സ്ഥാപനം വന്നിട്ട് പനമരം പുഞ്ചവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ളത്? ഒന്ന്, ഞാൻ ഇന്റീരിയർ മേഖലയിൽ എനിക്ക് ആദ്യം തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയായിരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഗൾഫിൽ ആയിരുന്നു ഈ മേഖലയിൽ. അപ്പൊ അവിടുന്ന് കണ്ട ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കണ്ടതിന് ശേഷം തന്നെയാണ് എനിക്ക് അത് ഇവിടെ നമുക്ക് ചെയ്താൽ വിജയിക്കും എന്നുള്ള രീതി തന്നെയാണ്. അതായത് അത് കുറെ നാൾ 10-15 വർഷത്തോളം ഈ ഒരു മേഖലയിൽ ഗൾഫിൽ വർക്ക് ചെയ്യുകയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് വന്നിട്ട് അധികം നാളുകളായില്ല. ഇതൊരു തരംഗമായി മാറിയിട്ട് ഒരുപാട് നാളുകളായിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, അതൊരു 20 വർഷം മുമ്പേ കേരളത്തിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു സമയത്ത് ഒരു ഫ്ലോപ്പ് ആയിരുന്നു ഒരു സമയത്ത്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് പല പ്രൊഫൈലുകൾ ഉപയോഗിച്ച് അതിന്റെ എന്താ പറയാ അതിന്റെ നെഗറ്റീവ് ഒരുപാട് അനുഭവിച്ച ആളുകളും ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഇത് പിന്നെ ഇപ്പൊ വന്നിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത ആളുകൾ വന്നിട്ട് ഇപ്പൊ ഒരു 10-15 വർഷം തന്നെ ആയിട്ടുള്ളൂ. ഇതൊരു തരംഗമായി, അതായത് അതിന്റെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി അതിന്റെ ആ ഒരു നല്ല കാലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പോ ഈ ഒരു കുറച്ച് നാള് മുന്നേ വരെ ഇതിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പഠിക്കാത്ത ആളുകൾ അതിലൂടെ മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ടും ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ട്? എന്തുകൊണ്ടായിരിക്കും മലയാളികളുടെ മനസ്സിൽ അതൊരു പ്രശ്നമാണ്, ഇത് വേണ്ട എന്ന് വെക്കാൻ ഒരു കാരണമായിട്ടുണ്ടാവാൻ തോന്നുന്നത്? ഇത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള പ്രൊഫൈലുകൾ ഉപയോഗിക്കുക, അതിൽ തന്നെ അതില് വേണ്ട രീതിയിലുള്ള ഹാർഡ്വെയർ, അതിൽ വേണ്ട സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള റീഎൻഫോഴ്സ്മെന്റുകൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഒരു അപര്യാപ്തത കൊണ്ട് എന്താണ് ഇത് ക്വാളിറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നതിൽ കുറച്ച് പരിചയക്കുറവിന്റെ കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു UPVC കുറച്ച് കാലം ഇത് ഫെയിലായിരുന്നു. പിന്നെ ചൈന പ്രൊഫൈൽ പോലുള്ള കുറഞ്ഞ പ്രൊഫൈലുകൾ, റൈറ്റ് ബേസ് വന്നിട്ട് കുറഞ്ഞ പ്രൊഫൈലുകൾ ഉപയോഗിച്ചിട്ട് എന്താ പറയാ മേഖലയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ചെയ്ത് നല്ല പ്രൊഫൈലുകൾ, അതായത് ഏറ്റവും നല്ല ഇന്ത്യൻ മെയ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്ത്യൻ മെയ്ഡ് ആണ്, പക്ക ജർമ്മൻ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഇന്ത്യൻ മെയ്ഡ് നല്ല ഹാർഡ്വെയർസ്, നല്ല റീഎൻഫോഴ്സ്മെന്റ്, അതിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പം ഒരു കാര്യത്തിൽ നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് നല്ല കാര്യമാണെങ്കിലും നമ്മളിലേക്ക് എത്തുമ്പോൾ അത് ചിലപ്പോൾ നമുക്കത് ദോഷമായിട്ട് വന്നേക്കാം, അല്ലെ? അപ്പോ ഈ UPVCയുടെ കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? UPVC എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി നമ്മളെ നാട്ടില് മരത്തിന്റെ അപര്യാപ്തത അറിയാം. അപ്പൊ അത് ഒന്ന്, ഇത് ചെതല് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. സൗണ്ട് പ്രൂഫ് ആണ്. അത് നമുക്കിപ്പോ ഒരു റോഡ് സൈഡിലെ ഒരു ബിൽഡിംഗ്, ഒരു അപ്പാർട്ട്മെന്റോ അതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടികൾ പോകുന്ന അങ്ങനെയുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ബുദ്ധിമുട്ടാവും. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് പ്രൂഫ് എന്ന് പറയാം. സൗണ്ട് പ്രൂഫ് ആണ്. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ചാമ്പറിൽ സ്റ്റീൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അനുയോജ്യമായ സ്റ്റീലാണ് അതിന് കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താ പറയാ, അതുകൊണ്ട് തന്നെ എന്താ പറയാ സ്ട്രെങ്ത് ബേസ് ബെറ്റർ ആണ്. പിന്നെ വന്നിട്ട് അതില് വേറൊരു ഡ്യൂറബിലിറ്റി ഉണ്ട്. എത്ര നാൾ വരെ ഇത് ഈട് നിൽക്കും? നമ്മളിപ്പോ കൊടുക്കുന്ന പ്രൊഫൈൽ 20 വർഷം വാറണ്ടി ഉണ്ട്. അപ്പൊ അതായത് ഒരു മരം നിൽക്കുന്നതിനേക്കാൾ തീർച്ചയായിട്ടും, അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും ഒരു നീണ്ട ഒരു ടൈം പീരീഡ് ഇത്രയും ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ വർക്കിന്റെ ക്വാളിറ്റി തന്നെ, അതായത് മെഷീനറീസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ക സീംലെസ് വെൽഡിംഗ് ആണ് നമ്മളത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രൊഫൈലുകളാണെങ്കിലും അത്രയും നല്ല പ്രൊഫൈൽ, ജർമ്മൻ ടെക്നോളജിയോടുകൂടിയുള്ള നല്ല ഹൈ പ്രൊഫൈൽ, പ്രീമിയം പ്രൊഫൈലാണ്. അപ്പൊ പിന്നെ ഹാർഡ്വെയർ ആണെങ്കിലും
നല്ല കമ്പനിയുടെ ഹാർഡ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ധൈര്യമായിട്ട് നമ്മുടെ ഇത് കൊടുക്കാൻ പറ്റും, പറയാൻ പറ്റും അല്ലെ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു 20 years എന്ന് പറയുന്നതില് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് വിശ്വാസവും അല്ലെ, നമ്മുടെ ആ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫ്ലോപ്പ് ആവുന്നതിന് റീസൺ ആയിട്ട് വരുന്ന ഒരു പക്ഷെ പണ്ടി മെഷീനറീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം അല്ലെ. അത് തന്നെയല്ല, നമ്മള് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നതിൽ തന്നെ ഉള്ള ഇതാണ് പൊടിഞ്ഞു പോകുന്നത്. അതിൽ വരുന്ന ഗ്യാസ്കറ്റുകള്, റബ്ബേഴ്സ്, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ EPDMന്റെ റബ്ബറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റബ്ബറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊന്നും ഇല്ലാത്ത ഈ ചൈന പ്രൊഫൈലുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇവിടെയുള്ള ആളുകൾക്കും അറിയില്ല അതിനെ പറ്റിയിട്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ അത് വെയില് മഴയൊക്കെ വരുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വരും, വാട്ടർ ലീക്കേജ് വരും. അങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ അത് കളറ് ഫെയ്ഡ് ആയി പോവാ. നമ്മളത് 20 വർഷവും കളർ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ. ഇപ്പം മലയാളികൾ എപ്പോഴും ആലോചിക്കുന്നുണ്ടാവുക സുരക്ഷ. അത് മലയാളികൾക്ക് എപ്പോഴും, മലയാളികൾക്ക് എന്നല്ല എല്ലാ മനുഷ്യർക്കും സുരക്ഷിതമായിട്ടിരിക്കണം. താൻ പണിയുന്ന വീട് പണിയുന്നത് ഒരു ലൈഫ് ടൈമിൽ വൺസേ ഉള്ളൂ നമ്മൾ പറയും. ജീവിതത്തിൽ ഒരു തവണയാണ് നമ്മൾ വീട് പണി. അപ്പം അത്രയും സുരക്ഷിതമായിട്ടും അത്രയും ഭംഗിയായിട്ട് പണിയാണെന്നുണ്ട്. അപ്പൊ ഭംഗിയുടെ കാര്യം നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് ചുറ്റുമുള്ള. അപ്പം ഇതിന് സുരക്ഷയെ പറ്റി ഒന്ന് പറയാം. സുരക്ഷ നമ്മൾ ഇതില് ഉപയോഗിക്കുന്ന ഗ്ലാസ് തന്നെയാണ് മെയിനായിട്ട്. ഗ്ലാസ് സാധാരണ ഗ്ലാസ് അല്ല ഉപയോഗിക്കാറ്. നമുക്ക് വരുന്ന 24 mm വരെ ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കാം. അത് ലാമിനേറ്റഡ് ഗ്ലാസ്, ടഫൺ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഒരു കാരണവശാലും അത്ര പെട്ടെന്ന് ബ്രോക്ക് ചെയ്ത് നമുക്ക് സാധാരണ വിൻഡോസിനേക്കാളും സുരക്ഷയാണ്. പിന്നെ ഉള്ളില് ഗ്രിൽ വരുന്ന സിസ്റ്റം നമ്മൾ ചെയ്യാറുണ്ട്. അതിനോട് കൂടി തന്നെ ഗ്രില്ലും കൂടി ചെയ്ത് പോവാം. പിന്നെ ഹാർഡ്വെയർസും നമ്മൾ സാധാരണ ലോക്ക് സിസ്റ്റങ്ങളല്ല, മൾട്ടി പോയിന്റ് ലോക്കുകളാണ്. സാധാരണ ഒരു സിംഗിൾ പോയിന്റ് ലോക്കിൽ നമ്മൾ തുറന്നകത്ത് കയറുന്ന പോലെ ഇതിൽ കയറാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഇനി അതായത് ഓൾറെഡി നമുക്ക് ഇതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് സുരക്ഷയ്ക്ക്. പ്ലസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ലുകളും അതുപോലത്തെ മറ്റു കാര്യങ്ങൾ എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ എല്ലാ കാര്യത്തിനും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അതായത് നല്ലതും ഉണ്ടാവും മോശം കാര്യം ഉണ്ടാവും. ഇതിന്റെ 1-2 ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഇത് ചൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ ഇന്നവർ ചൂസ് ചെയ്യണ്ട. ഇപ്പൊ നമ്മള് ഒരു പരിധിയിൽ കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതിലും തെറ്റുണ്ട് അല്ലെ. അപ്പം എന്തുകൊണ്ട് ഏതെങ്കിലും മേഖലയിലുള്ള ഇത് ഉപയോഗിക്കേണ്ടെന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അങ്ങനെ പറയാനുണ്ടോ? അതായത് ഞാൻ പറയുന്നത് നമ്മളൊരു സ്വപ്നം ആണ് ഒരു വീട് എന്നുള്ളത്, ഏതൊരാളുടെ ഒരു സ്വപ്നമാണ്. അപ്പോ ചൂസ് ചെയ്യുമ്പോൾ നല്ല കമ്പനി നോക്കി നമ്മൾ അത്യാവശ്യം ഇതിനെപ്പറ്റി അറിവുള്ള ഒരാളെ അത് നോക്കി തന്നെ ചൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫൈല് ആരെങ്കിലും UPVC എന്ന് പറഞ്ഞിട്ട് റൈറ്റ് മാത്രം നോക്കി പോകുന്ന ഒരു സമ്പ്രദായം. പൊതുവെ നമ്മൾ റൈറ്റ് നോക്കുമല്ലോ എല്ലാവരും. ആണെങ്കിൽ വില കുറവാണ് നോക്കുക. വില കുറവല്ല, നമ്മൾ അതിന്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമുക്ക് സ്റ്റീലൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് വളഞ്ഞു പോകാനും അതിന്റെ കംപ്ലൈന്റുകൾ ഉള്ളിലേക്ക് ലീക്കേജ് വരാനൊക്കെ സാധ്യത കുറവുണ്ട്. തീരെ വില കുറഞ്ഞ പ്രൊഫൈൽ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ 3-4 വർഷം കഴിഞ്ഞിട്ട് ഇത് ഫെയ്ഡായി പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അതിന്റെ ഗ്യാസ്കറ്റുകൾ പോകും. അപ്പൊ നമുക്ക് വെള്ളം ലീക്കേജ് വരും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു കമ്പനി നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ. അപ്പൊ ആ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു ഇത് വരുത്തരുത്. പൈസയേക്കാൾ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റീലിന്റെ കാര്യം, നല്ല റോഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതും ഒക്കെ നോക്കുന്നത് അല്ലെ. ഇതല്ലാതെ മറ്റെന്തെങ്കിലും പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടോ? അല്ല, മെയിൻ ആയിട്ട് ഇത് തന്നെയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്ന കമ്പനികൾ, നല്ല കമ്പനികൾ തന്നെ ഉപയോഗിക്കുക. അവരെ മെഷീൻസിൽ ചെയ്യുന്നത്. ഇതിപ്പം നമ്മള് സാധാരണ ഇപ്പൊ ഒക്കെ കണ്ടുവരുന്നുണ്ട്, റേറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ മാനുവലായിട്ട് കട്ട് ചെയ്ത് അത് ആംഗിളൊക്കെ വെച്ചിട്ട് വെൽഡിംഗ് ഒന്നും പ്രോപ്പർ അല്ലാത്ത രീതിയിൽ നല്ല മെഷീൻസ് യൂസ് ചെയ്യാതെ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് കൊടുക്കുന്ന കാണാറുണ്ട്. അത് കുറച്ചു കാലം കഴിയുമ്പോൾ കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉപയോഗിക്കാതെ നല്ല കമ്പനി തന്നെ നോക്കിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഈ ഒരുപാട് ഇപ്പം എന്തായാലും ഈ ഒരു മേഖലയിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് ഇതിന്റെ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്? നമ്മുടെ ഈ ഒരു കമ്പനി അതിനെങ്ങനെ വ്യത്യസ്തമാക്കുന്നു എന്ന് പറയാം. നമ്മള് എന്താ പറയാ, ഇതിനെ പറ്റിയിട്ട് വയനാട്ടില് എങ്ങനെ ഇത് വയനാട് കാലാവസ്ഥ അറിയാലോ. അതെ. അപ്പം അതിന് യോജിച്ച ഒരു പ്രൊഫൈൽ തന്നെയാണ് നമ്മൾ കമ്പനിയുടെ പ്രൊഫൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മൾ ISI ഉള്ള ഒരു പ്രൊഫൈലാണ്, സർവേഷ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഫൈലും. പിന്നെ രണ്ടാമത് സ്റ്റാർലൈൻ എന്ന് പറഞ്ഞ 2 ഇന്ത്യൻ പ്രൊഫൈലുകളാണ്. സർവേഷ് എന്നൊക്കെ പറഞ്ഞ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഫൈബർ ഡോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഫൈലാണ്. പിന്നെ സ്റ്റാർലൈൻ, അതും പക്ക ജർമ്മൻ ടെക്നോളജിയോട് കൂടിയുള്ള നല്ല പ്രൊഫൈലാണ്. അത് രണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് തന്നെ എക്സ്പീരിയൻസ് ആണ്, അതാണ് മെയിൻ ആയിട്ട്. അതെ. അപ്പൊ മെയിൻ സ്റ്റാഫുകളൊക്കെ തന്നെ 2008 മുതൽ നല്ല കമ്പനികളിൽ നിന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. അതാണ് നമ്മളൊരു അതെ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പരിചയമില്ലാതെ ഈ മേഖലയിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഒരു സമയത്ത് ഇതിനൊരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അങ്ങനെ ഈ ഒരു കമ്പനിയിൽ അതിന്റെ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു 20 വർഷത്തിന് മുകളിൽ ഗൾഫിൽ നിന്ന് ഇതിന്റെ 1 to 1 ആയിട്ട് ഇതിനോട് എക്സ്പോഷർ ഉണ്ടായിട്ടുള്ള, എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സനലേട്ടനാണ് ഈ ഒരു കമ്പനി നടത്തുന്നുണ്ടാവുക. സോ ഈ ഒരു കമ്പനീനെ പറ്റി, ഇത് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, അതിനെ പറ്റിയൊക്കെയാണ്. ഇത് പരമ്പരത്ത് നമ്മൾ ബത്തേരി റൂട്ടില് നടവേലിലേക്ക് വരുന്ന വഴിക്ക് ബത്തേരി റൂട്ട് പുഞ്ചവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും ഇതിന് കൊടുത്തിട്ടില്ലായിരുന്നു. അത് ആ ലാൻഡ് സ്ലൈഡിങ്ങിന്റെ ടൈമിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വലിയൊരു ഇതൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇതിലെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ കസ്റ്റമറാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ആളുകൾ. നമ്മൾ ഒരു വർക്ക് ചെയ്ത് അങ്ങനെ അവരിൽ ത്രൂ ആണ് നമുക്ക് വർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ തുടക്കത്തിൽ ആ ഒരു ഇൻട്രോയിൽ തന്നെ പറഞ്ഞത്, കേരളത്തിൽ തന്നെയും ഇപ്പൊ കേരളത്തിൽ മുഴുവൻ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം കേരളത്തിൽ തന്നെയും അല്ലെങ്കിൽ വയനാട്ടിലെ തന്നെയും, വയനാട്ടില് ഇപ്പം കാണുന്ന വീടുകളിൽ എവിടെയെങ്കിലും UPVC ഡോസ് ആൻഡ് വിൻഡോസ് കാണുന്നുണ്ടെങ്കിൽ അതിന് 80% മുകളിൽ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും അല്ലെ. നമ്മളിപ്പം കുറെ വയനാട്ടിലൊരു ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ തമിഴ്നാട് നമ്മള് ഗൂഡല്ലൂർ ആ ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ണൂര് നമ്മൾ ചെയ്തു. പിന്നെ കർണാടക മൈസൂർ ആ ഭാഗം വരെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു വർഷമായി കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ. അപ്പൊ മാർക്കറ്റിംഗിലേക്ക് ഇനി ഒന്നും കൂടി ഇറങ്ങണം അല്ലെ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, എന്തായാലും വീടിന് മോടി കൂട്ടണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലും ഒക്കെ ഒരുപാട് വർക്ക്സ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വീടിന് മോടി കൂടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സെറ്റിംഗ്സ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും എന്ത് എൻക്വയറീസിനും താഴെ നമ്മൾ നമ്പർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾ അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതുപോലെ കൂടുതൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് സനലേട്ട. ആൻഡ് ഇതിൽ ഓൾസോ നിങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് UPVC പറ്റിയും ഡോസ് ആൻഡ് വിൻഡോസിനെ പറ്റിയും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് ഇതിന്റെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും എത്താം. താങ്ക് യു.